10ാം ക്ലാസ്സിലെ മക്കളുമാരെ ദ വേ ടു സക്സസ് എന്ന ചാപ്റ്ററിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാനിടുന്ന വീഡിയോ ലെൻസസ് എന്ന ചാപ്റ്ററിൽ നിന്നുമാണ്. വളരെ പ്രാധാന്യമുള്ള ചില ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ നിങ്ങൾക്കറിയാം. അതെടുത്തെടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും അതിൻ്റെ ബോർഡിലേക്ക് നോക്കാം. അളവുകൾ കൃത്യമായി എടുത്തു വേണം ഇതൊക്കെ വരയ്ക്കാൻ. എഫ് ഉണ്ട്, 2F ഉണ്ട്. എഫ് എന്ന് പറയുന്നത് ഫോക്കസാണ്. 2F വക്രതാ കേന്ദ്രം, സെൻറ്റർ ഓഫ് കർവേച്ചർ. റേഡിയസിൻ്റെ പകുതിയാണ് ഫോക്കൽ ലെങ്ത്. അതുകൊണ്ട് എടുക്കുന്ന അളവുകൾ കൃത്യമായിരിക്കണം. അളവുകൾ എടുത്തു വേണം വരയ്ക്കാൻ. ബോർഡിലേക്കൊന്ന് നോക്ക്. F 2F രണ്ട് വശത്തും ഫോക്കസ് ഒക്കെ വരാം. ഇനി 2F ഞാനൊരു വസ്തു വെച്ചിരിക്കുന്നു. OB എന്ന വസ്തു വെച്ചിരിക്കുന്നു. വസ്തുവിൻ്റെ തലയിൽ നിന്നും രണ്ട് പ്രകാശകിരണങ്ങൾ, ഒന്ന് മുഖ്യ അക്ഷത്തിന് അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായി വരുന്നത് ഇത്, അതിനെ ഞാൻ ഫോക്കസിൽ കൂടി കടത്തിവിടും. രണ്ടാമത്തെ ഒപ്റ്റിക് സെന്ററിൽ കൂടി വരുന്നതാണ്. അതിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല, അതേപോലെ പാസ് ചെയ്തു പോകും. രണ്ടെണ്ണം തലയിൽ നിന്ന്, ഒന്ന് ചുവട്ടിൽ നിന്ന്. അതൊട്ട് വരയ്ക്കേണ്ട, അത് ഒപ്റ്റിക് ആക്സിസ് ആയിട്ട് എടുത്താൽ മതി. ഈ രണ്ടും കൂടെ മീറ്റ് ചെയ്ത് എവിടെയാ? എഫിനും 2Fനും ഇടയ്ക്ക്. കണ്ട ആ ഇമേജിൻ്റെ പ്രത്യേകത, തലയിൽ നിന്ന് വരുന്ന തല ഇതാണ്, ചെറുതാണ്, ഇൻവെർട്ടഡ് ആണ്, തലകീഴായതാണ്, ഡിമിനിഷ്ഡ് ആണ്, യഥാർത്ഥമാണ്, റിയലാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനിൽ നമുക്ക് ഇമേജിനെ പിടിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. അങ്ങനെ 3 ചിത്രങ്ങൾ ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എഫിനും 2Fനും ഇടയിൽ വസ്തു വയ്ക്കുന്നത്, ഇമേജ് കിട്ടുന്നത് 2Fനകലെ. മൂന്നാമത്തത് ലെൻസിനും ഫോക്കസിനും ഇടയിൽ അതേ വശത്ത് കിട്ടുകയാണ്. ഈ മൂന്ന് ചിത്രം കോൺവെക്സ് ലെൻസിൻ്റെ വരച്ചു പഠിക്കണം. ഒന്ന് കോൺകേവ് ലെൻസിൻ്റെ. കോൺകേവ് ലെൻസിൽ വസ്തു നമുക്ക് എവിടെ കൊണ്ട് വേണമെങ്കിലും വയ്ക്കാം. എങ്ങനെ ആയിരുന്നാലും കിട്ടുന്ന പ്രതിബിംബം ലെൻസിനും ഫോക്കസിനും ഇടയിലായിരിക്കും. പാരലായിട്ട് വരുന്നു, അതേ വശത്ത് ഫോക്കസിൽ നിന്ന് അകർന്നു പോവുകയാണ്. കണ്ട, ലെൻസിനും ഫോക്കസിനും ഇടയിലായിരിക്കും ആ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം. ആ പ്രതിബിംബം ചെറുതായിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും, എറക്റ്റഡ് നിവർന്നതായിരിക്കും, റിയലല്ല, വിർച്വലാണ്, മിഥ്യയാണ്. ഈ 4 ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 2 കിരണങ്ങൾ, ഒരുപക്ഷെ 10 കിരണങ്ങൾ തരാം, അല്ലെങ്കിൽ വസ്തുവിൻ്റെ സ്ഥാനം തരാം. പ്രതിബിംബം നമ്മൾ വരച്ച് കാണിക്കണം. ഇനി പ്രതിബിംബമാണ് തരുന്നതെങ്കിൽ വസ്തുവിൻ്റെ സ്ഥാനം ചോദിക്കാം. പ്രതിബിംബത്തിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരയ്ക്കാൻ നിൽക്കരുത് നിങ്ങൾ. അത് നോക്കി, പ്രതിബിംബ എഫിനും 2Fനും ഇടയ്ക്കാണെങ്കിൽ, പ്രതിബിംബം എഫിനും 2Fനും ഇടയ്ക്കാണെങ്കിൽ ആ വസ്തു ഇവിടെ ആയിരിക്കണം. അതുകൊണ്ട് 2Fനകലെ അതങ്ങ് വരയ്ക്കണം. പ്രതിബിംബം 2Fന് അകലെയാണെങ്കിൽ വസ്തുവിൻ്റെ സ്ഥാനം എവിടെ ആയിരിക്കണം? എഫിനും 2Fനും ഇടയ്ക്ക്. അതങ്ങ് വരയ്ക്കണം. അല്ലാതെ പ്രതിബിംബത്തിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ നിൽക്കരുത്, അത് തെറ്റുവരും. ഇനി 4 ചിത്രങ്ങൾ വരച്ചു തന്നെ പഠിക്കണം. പ്രാധാന്യമുള്ള 4 ചിത്രങ്ങളാണ്. 10 കിരണം 1 തരാം, 10 കിരണം 2 തരാം, ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാനായിരിക്കും തരുന്നത്. ഇനി ഇതാ നോക്കിയേ, ഇതും വളരെ പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 3 കോളങ്ങൾ, വസ്തുവിൻ്റെ സ്ഥാനം, പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്, പ്രതിബിംബത്തിൻ്റെ സ്ഥാനം, പൊസിഷൻ ഓഫ് ദ ഇമേജ്, ആ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ. ഏത് ഒന്ന് തരും, 2 എണ്ണം നമ്മൾ പൂരിപ്പിക്കണം. ആദ്യത്തത് ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. വസ്തുവിൻ്റെ സ്ഥാനം, പ്രതിബിംബത്തിൻ്റെ സ്ഥാനം പ്രത്യേകം. വസ്തുവിൻ്റെ സ്ഥാനം എവിടെ? 2Fനകലെ. 2Fനകലെയാണെങ്കിൽ പ്രതിബിംബം എവിടെ കിട്ടണം? എഫിനും 2Fനും ഇടയ്ക്ക്. അത് ഞാൻ ഇവിടെ എഴുതിയിരിക്കുകയാണ് ആദ്യത്തേതായതുകൊണ്ട്.
ചെറുതാണ്, തലകീഴായതാണ്, യഥാർത്ഥമാണ്. ഈ ചിത്രത്തിൻ്റെതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൻ്റെ രണ്ടാമത്തെ ബോക്സ് നോക്കിയേ. ഒന്ന് തന്നിട്ടുണ്ട്, ബാക്കി രണ്ടെണ്ണം നമ്മൾ പൂരിപ്പിക്കണം. പ്രതിബിംബത്തിന്റെ സ്ഥാനം 2F അകലെയാണ്. പ്രതിബിംബത്തിന്റെ സ്ഥാനം 2F അകലെയാണെങ്കിൽ വസ്തുവിന്റെ സ്ഥാനം F-നും 2F-നും ഇടയ്ക്കെന്ന് ഇവിടെ എഴുതണം. ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? 2F അകലെയല്ലേ? അപ്പൊ പ്രതിബിംബം വലുതാണ്, തല കീഴായതാണ്, റിയലാണ്, യഥാർത്ഥമാണ്. റിയൽ, മാഗ്നിഫൈഡ്, ഇൻവെർട്ടഡ്. വലുത്, യഥാർത്ഥം, തല കീഴായത്. അത് നമ്മളിവിടെ എഴുതണം. ഇത് വളരെ പ്രാധാന്യമുള്ള. ഏതെങ്കിലും ഒന്നേ തരൂ, ഒരു കോളത്തിൽ തന്നെ തരൂ, ബാക്കി രണ്ടെണ്ണം നമ്മൾ അവിടെ എഴുതണം. രണ്ടെണ്ണം അവിടെ എഴുതണം. പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി ഫോക്കസ് ദൂരം നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും നമുക്കറിയാമെങ്കിൽ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുവാൻ കിടക്കുന്നു സമവാക്യം. 1/F = 1/V - 1/U. എന്താ ഇതൊക്കെ? U ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള ദൂരം. V പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. അപ്പൊ F ഫോക്കസ് ദൂരം. ഇതാണ് ലെൻസ് ഇക്വേഷൻ. എന്നാൽ ഇത് ഫ്രാക്ഷൻ ആയതുകൊണ്ട്, ഭിന്നസംഖ്യകൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് നോക്കിയേ. കിടക്കുന്ന കണ്ട F = UV/U - V. ആ ഇക്വേഷൻ എടുക്കാം ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുവാൻ. അതല്ല, V ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ FU / U + F എന്ന സമവാക്യം എടുക്കാം. U ആണെങ്കിലോ FV / F - V. ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കണം. ഈ ദൂരങ്ങളൊന്നും നമ്മുടെ സൗകര്യത്തിന് എടുക്കാൻ നിയമമില്ല. അതിന് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ലെൻസിൽ നിന്ന് ഇടത്തേക്കുള്ള ദൂരം നെഗറ്റീവാണ്, വലത്തേക്കുള്ള ദൂരം പോസിറ്റീവാണ്. ഒപ്റ്റിക് ആക്സിസിന് മുകളിലേക്കുള്ളത് പോസിറ്റീവ്, താഴേക്കുള്ളത് നെഗറ്റീവാണ്. എല്ലാ ദൂരങ്ങളും അളക്കുന്നത് ഒപ്റ്റിക് സെന്ററിൽ നിന്നുമാണ്. All measurements are taken from the optic center. The distance towards the distance towards the left side ലേക്കുള്ള distance is taken as negative, and towards right side ലേക്കാണെങ്കിൽ taken as positive. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടുത്തെ ദൂരങ്ങൾ എടുക്കാൻ നിയമം നമുക്ക് അനുവദിക്കുകയുള്ളൂ. നിയമം അനുവദിക്കുകയുള്ളൂ. നോക്കിയേ, ഇവിടെ ഈ ഒരു ചിത്രം കണ്ടോ? കോൺവെക്സ് ആയാലും ശരി, കോൺകേവ് ആയാലും ശരി, ഒരു കോൺവെക്സ് ലെൻസ് പല ദൂരങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? വസ്തുവിലേക്കുള്ള ദൂരം 12 സെന്റിമീറ്റർ. 12 അത് ഇടതുവശം ആയതുകൊണ്ട് U = -12 സെന്റിമീറ്റർ. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം 24 സെന്റിമീറ്റർ. വലത്തേക്ക് V = +24. വസ്തുവിന്റെ ഉയരം മുകളിലേക്ക്, ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് 2 സെന്റിമീറ്റർ +2. ഇമേജ് തലകീഴായിരിക്കുന്നു, 4 സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദ ഇമേജ് -4 സെന്റിമീറ്റർ. ഇത് തന്നിട്ട്, ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് യുവും വിയും എഫും എഴുതാൻ പറയും. HI എഴുതാൻ പറയും, HO എഴുതാൻ പറയും, ഹൈറ്റ് ഓഫ് ദ ഇമേജ് എഴുതാൻ പറയും, ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് എഴുതാൻ പറയും. ആ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് എഴുതണം. ഇനി നോക്കാം. ഒരു പ്രോബ്ലമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രോബ്ലമാണ്. കോൺവെക്സ് ലെൻസിൽ നിന്ന് 10 സെന്റിമീറ്റർ അകലെ 2 സെന്റിമീറ്റർ ഉയരമുള്ള വസ്തു വെച്ചു. യഥാർത്ഥ പ്രതിബിംബം 20 സെന്റിമീറ്റർ അകലെ ലഭിച്ചു. എങ്കിൽ എന്തൊക്കെ കണ്ടെത്തണം? ഒന്ന്, ഫോക്കസ് ദൂരം. F = UV/U - V. F = UV/U - V. U എന്താ? വസ്തുവിലേക്കുള്ള ദൂരം. -10.
പ്രതിബിംബത്തിലേക്കുള്ള ദൂരം വലതുവശത്ത്, യഥാർത്ഥ പ്രതിബിംബം വലതുവശത്തായിരിക്കും. +20 ഡിവൈഡഡ് ബൈ u -10 മൈനസ് +20. അത് എന്താ, ഓപ്പറേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ എനിക്ക് F = 6.66 സെന്റിമീറ്റർ കിട്ടി. കണ്ട, ഇത് ചെയ്ത് തന്നെ പഠിക്കണം. സംഖ്യകളൊക്കെ മാറി വരാം, അതൊന്നും പ്രശ്നമല്ല. ആ ഓപ്പറേഷൻ നോക്കി മനസ്സിലാക്കി, ചിഹ്നങ്ങളുടെ ആ ക്രിയകളെല്ലാം നോക്കി മനസ്സിലാക്കി വെക്കണം. അതേപോലെ ഉത്തരവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. ഇനി നോക്കാം, രണ്ടാമത്തത് ആവർത്തനം കണ്ടുപിടിക്കണം. മാഗ്നിഫിക്കേഷൻ. ആവർത്തനം എന്ന് പറയുന്നത് 2 ഇക്വേഷൻ ഉണ്ട്, ഇതാ കിടക്കുന്നു. M = HI/HO, M = V/U. HI ഇവിടെ തരുന്നില്ല, അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. പിന്നെന്തെടുക്കാം? M = V/U എന്ന ഇക്വേഷൻ എടുക്കാം. ദാ കിടക്കുന്നു. M = V/U. V വലതുവശത്ത് 20 ഭാഗം -10 വെട്ടിച്ചെറുതാക്കി M = -2 കിട്ടുന്നു. അവിടെ നമ്മൾ എഴുതണം നെഗറ്റീവ് സൈൻസ് ഓഫ് ദ ഇമേജ് ഈസ് ഇൻവെർട്ടഡ്. നെഗറ്റീവ് ചിഹ്നം പ്രതിബിംബം തലകീഴായത് എന്ന് സൂചിപ്പിക്കുന്നു എന്ന് അവിടെ എഴുതണം. ഇനി പ്രതിബിംബത്തിന്റെ ഉയരം കണ്ടുപിടിക്കണം. അതിന് M = HI/HO എന്നുള്ള ഇക്വേഷൻ എടുത്ത് HI = M × HO. M × HO എവിടെ കിടക്കുന്നു? കണ്ടേ, അതാണ്ട് HI = M × HO. M -2, ആ മൈനസോടുകൂടി തന്നെ ഇടണം. -2 × 2 -4 സെന്റിമീറ്റർ. അവിടെയും നമ്മൾ എഴുതണം നെഗറ്റീവ് ചിഹ്നം പ്രതിബിംബം തലകീഴായത്, നെഗറ്റീവ് സൈൻസ് ഓഫ് ദ ഇമേജ് ഈസ് ഇൻവെർട്ടഡ് എന്ന് അവിടെയും നമ്മൾ എഴുതണം. ഇനി ഒന്നും കൂടെ അറിയേണ്ടുന്നത്, പ്രതിബിംബത്തിന്റെ പ്രത്യേകത എങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ F എത്ര? 8. അപ്പൊ QF-ലേക്ക് എത്ര വരും? 16. വസ്തുവിലേക്കുള്ളത് എത്ര? 10. ഈ 10 എന്ന് പറയുന്നത് 8-നും 16-നും ഇടയ്ക്കല്ലേ എന്ന് പറഞ്ഞാൽ F-നും 2F-നും ഇടയ്ക്കല്ലേ വസ്തു. F-നും 2F-നും ഇടയ്ക്കാണെങ്കിൽ ആ പ്രതിബിംബം ഇൻവെർട്ടഡ് ആയിരിക്കും, തലകീഴായതായിരിക്കും, റിയലായിരിക്കും, യഥാർത്ഥമായിരിക്കും, വലുതുമായിരിക്കും. ഇതാ ഒരു വീഡിയോക്കകത്ത് ഇത്രയും കാര്യങ്ങൾ കിടപ്പുണ്ട്. ശ്രദ്ധിച്ച് പഠിക്കണം. പ്രാധാന്യമുള്ള പോയിന്റുകളാണ് ഇതെല്ലാം. അടുത്തൊരു വീഡിയോ ഇനി വരും, അതിനകത്ത് ബാക്കി ഭാഗങ്ങളൊക്കെ കാണും. നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കണം. നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്, എൻ്റെ ചാനലുമുണ്ട്. ഞാനും എൻ്റെ ചാനലും നിങ്ങളോടൊപ്പമുണ്ട്. ഓക്കെ.